നമസ്കാരം. V9 ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. UDF നേതൃത്വത്തിൽ നടക്കുന്ന മലയോര സമരയാത്രയ്ക്ക് തൃശൂർ ജില്ലയിൽ ആവേശോജ്വല സ്വീകരണം. അതിരപ്പള്ളി ചായ്പൻകുഴിയിൽ യാത്രയ്ക്ക് പിന്തുണയുമായി വൻ ജനാവലി. വാദ്യമേള ഘോഷങ്ങളോടൊപ്പം ആന, മാൻ തുടങ്ങിയവയുടെ നിശ്ചല ദൃശ്യങ്ങളും. യാത്രയ്ക്ക് രാഷ്ട്രീയമില്ലെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മലയോരത്തെ ജനങ്ങളുടെ സങ്കടങ്ങളിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് യാത്രയെന്നും പ്രഖ്യാപനം. പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതുവരെ UDF ഒപ്പമുണ്ടാകുമെന്നും വാഗ്ദാനം. വാഴാനി അകമലയിലെ വന്യമൃഗശല്യത്തിൽ സർക്കാർ ചെറുവിരൽ അനക്കുന്നില്ലെന്നാരോപിച്ച പ്രതിപക്ഷ നേതാവിന് നിവേദനം നൽകി മേഖലയിലെ കോൺഗ്രസ് പ്രവർത്തകർ. കാലിക്കറ്റ് സർവകലാശാല D-സോൺ കലോത്സവത്തിനിടെ SFI പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ 3 KSU നേതാക്കൾ കൂടി അറസ്റ്റിൽ. ജില്ലാ സെക്രട്ടറിയും വടക്കാഞ്ചേരി എങ്കക്കാട് സ്വദേശിയുമായ ആദിത്യൻ കാഞ്ഞിങ്ങത്ത് ഉൾപ്പെടെ 3 നേതാക്കളെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. 3 പേരെയും ജയിലിലടച്ചു. അക്രമവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ നേതാക്കളുടെ എണ്ണം 6 ആയി. പ്രതിപട്ടികയിൽ 14 KSU പ്രവർത്തകർ. KSUവിന്റെ പരാതിയിൽ 10 SFIക്കാർക്കെതിരെ കേസെടുത്തു. ചികിത്സയിൽ കഴിയുന്നതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് പോലീസ്. വടക്കാഞ്ചേരി നഗരസഭ പുത്തൻ വികസന കുതിപ്പിനൊരുങ്ങുന്നു. രൂപീകൃതമായിട്ട് 9 വർഷം പിന്നിടുമ്പോൾ നഗരസഭയ്ക്ക് മാസ്റ്റർ പ്ലാൻ, ഡ്രോൺ പരിശോധനയ്ക്ക് തുടക്കമായി. സേവ്യർ ചിറ്റലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. മുണ്ടത്തിക്കോട് വടക്കാഞ്ചേരി മേഖലകളെ 2ആക്കി തിരിച്ച് സർവേ. നേതൃത്വം നൽകുന്നത് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സപ്തർഷി കൺസൾട്ടന്റ്. 80 മുതൽ 120 മീറ്റർ വരെ ഉയരത്തിൽ പറക്കും ഡ്രോൺ. 3.3 കിലോമീറ്റർ വരെ ഡാറ്റ ലഭ്യമാകും. 12 ലക്ഷം രൂപ വില വരുന്ന ഡ്രോണിന് ഭാരം 9 കിലോ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം മദ്യമയക്കുമരുന്ന് മാഫിയയുടെ വിഹാര കേന്ദ്രമെന്ന് റിപ്പോർട്ട്. വിമുക്തി ജില്ലാതല ജാഗ്രതാ സമിതിയുടെയും സ്റ്റാൻഡേർഡ് ഓപ്പറേഷണൽ പ്രൊസീജിയർ ഫോർ ആന്റി ഡ്രഗ് ആക്ടിവിറ്റീസ് ജില്ലാ മേൽനോട്ട സമിതിയുടെയും സംയുക്ത യോഗത്തിൽ എക്സൈസ് പുറത്തുവിട്ടത് ഞെട്ടിക്കുന്ന കണക്കുകൾ. ജില്ലയിൽ കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തത് 2916 മയക്കുമരുന്ന് കേസുകൾ. 3157 അറസ്റ്റുകൾ രേഖപ്പെടുത്തി. കുട്ടികളെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ തീരുമാനം. ലഹരിക്കെതിരെ യുദ്ധപ്രഖ്യാപനവുമായി മുണ്ടത്തിക്കോട് കുട്ടികളുടെ നാടകവേദി. സർഗവീട് എന്ന നാടകത്തെ പ്രേക്ഷക ലോകം ഏറ്റെടുത്തത് വലിയ ഹർഷാരവത്തോടെ. വടക്കാഞ്ചേരി പട്ടണഹൃദയത്തിലെ കരുമരക്കാട് ശിവക്ഷേത്രത്തിനോട് ചേർന്നുള്ള പൊതുവഴി അടച്ചുകെട്ടാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ്. ബോയ്സ് ഹൈസ്കൂൾ ക്യാന്റീനിന് മുന്നിലുള്ള വഴിയാണ് ദേവസ്വം ഓഫീസറുടെ നേതൃത്വത്തിൽ അടച്ചുകെട്ടാൻ നീക്കം ആരംഭിച്ചത്. 70 കൊല്ലമായി പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന വഴിയെന്ന് നഗരസഭാ കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത്. അടച്ചുകെട്ടാനുള്ള ശ്രമം തടഞ്ഞു. നിർമ്മിതികൾ എടുത്തുമാറ്റി. ദേവസ്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് ഓഫീസർ. അതിരപ്പള്ളിയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിൽ. 3000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായത്. കാസർഗോഡ് കൈക്കൂലി വാങ്ങി പിടിയിലായി ജാമ്യത്തിലിറങ്ങിയ ഓഫീസർ ജൂഡ്. ROR സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ് കൈക്കൂലി ചോദിച്ചത്. സോക്സിനുള്ളിൽ ഒളിപ്പിച്ച പണം വിജിലൻസ് പിടിച്ചെടുത്തു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊല കേസ് പ്രതി ചെന്താമരയ്ക്കെതിരെ ആലത്തൂർ സബ് ജയിലിൽ സഹതടവുകാരുടെ പ്രതിഷേധം. ചെന്താമരയോടൊപ്പം ജയിൽ മുറിയിൽ കഴിയാനാകില്ലെന്ന് തടവുകാർ. കൊടും ക്രിമിനലിനെ വിയ്യൂർ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റി ജാഗ്രതയോടെ അധികൃതർ. അത്താണി മങ്ങാട് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാതെ പൊതുമരാമത്ത് നിരത്തു വിഭാഗം അധികൃതർ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന ആരോപണം. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാത പലയിടത്തും ദുരന്തക്കിണി. പൊടിശല്യവും അതിരൂക്ഷം. പൊതുമരാമത്ത് മന്ത്രിക്ക് പരാതി നൽകി ആറ്റത്തറ സ്വദേശി AJ സജി. വിഷപ്പുല്ല് കഴിച്ച് പശുക്കൾ കൂട്ടത്തോടെ ചത്ത സംഭവം. കർഷക കുടുംബത്തിന് കരുതലൊരുക്കി മിൽമ. എറണാകുളം മേഖലാ യൂണിയൻ. കുഴിപ്പറമ്പിൽ രവിക്ക് ധനസഹായം കൈമാറി. യൂണിയൻ ചെയർമാൻ വത്സൻ പിള്ളയാണ് സഹായധനം കൈമാറിയത്. സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് ബോംബ് വെച്ച് തകർക്കുമെന്ന് ഭീഷണി. കുപ്രസിദ്ധ ഗുണ്ട തീക്കാറ്റ് സാജൻ ഹൈദരാബാദിൽ വെച്ച് പോലീസ് പിടിയിൽ. സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് തീക്കാറ്റിന് പിടികൂടിയത്. ശനിയാഴ്ച തൃശൂരിൽ എത്തിക്കുമെന്ന് പോലീസ്. സാജൻ 2 കൊലപാതക ശ്രമം ഉൾപ്പെടെ 14 കേസുകളിൽ പ്രതി.